നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലെ വളരെ സുപ്രധാനമായ ശ്രദ്ധേയമായ ഒരു വകുപ്പാണ് ദേവസ്വം വകുപ്പ്. ഈ ദേവസ്വം വകുപ്പിൽ നിരവധി പ്രഗത്ഭന്മാർ മന്ത്രിമാരായി വന്നിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ആ വകുപ്പ് വിട്ടുപോയതിനു ശേഷം, ആ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടതിന് ശേഷം പിന്നീട് ഗതി പിടിച്ച് കണ്ടിട്ടില്ല. എന്താണ് ഈ കേരളത്തിലെ ദേവസ്വം വകുപ്പിനെയും ദേവസ്വം മന്ത്രിയുടെ കസേരയെയും രാഹു വിഴുങ്ങിയിരിക്കുകയാണ്? വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത്. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മൾ അന്ധവിശ്വാസത്തിലോട്ട് പോകുന്നു എന്ന് പറയും. നമ്മൾ അന്ധവിശ്വാസത്തിലോട്ടല്ല പോകുന്നത്, ചില പാരഡോക്സുകളിലോട്ട്, അല്ലെങ്കിൽ ചില ജിങ്സ്ഡ് എന്ന് ഇംഗ്ലീഷിൽ പറയാറുണ്ട്. ചില ഈ ദുശകനങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് ചിലർക്ക് നമ്മൾ വിശ്വസിക്കാൻ അവശകുനങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊരു ചിലരുടെ കരിയറിൽ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ചില സ്ഥാനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ കൊണ്ടങ്ങ് അവസാനിക്കുകയാണ്. പിന്നെ അവിടെ നിന്നൊരു വളർച്ചയില്ല. അതും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും നമ്മൾ പ്രതീക്ഷ ഉള്ളവർക്ക് അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കാണ് നമുക്ക് ഇങ്ങനെ ഒരു അന്ധവിശ്വാസത്തിലേക്ക് പോകേണ്ടി വരും. അന്ധവിശ്വാസമാണോ എന്ന് സംശയിക്കേണ്ട ഒരു അവസരം വരുന്നത്. ഇപ്പം നമ്മൾ ഈ നൂറ്റാണ്ടിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ട ഏറ്റവും ആദ്യത്തെ ദേവസ്വം മന്ത്രിയിൽ നിന്ന് ശ്രീ ജി കാർത്തികേയൻ സാറാണ്. കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രി വരെ ആവാൻ യോഗ്യതയുള്ള ഒരാളായിരുന്നു അദ്ദേഹം. ദേവസ്വം മന്ത്രി ആയിരുന്നു. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രി പദത്തിലെത്താതെ അദ്ദേഹത്തെ സ്പീക്കർ പദവിയിലോട്ട് ഒതുക്കിക്കളഞ്ഞു. ദേവസ്വം മന്ത്രി ആയിരുന്നതിന് ശേഷം അദ്ദേഹത്തെ സ്പീക്കർ പദവിയിലോട്ട് ഒതുക്കി കളഞ്ഞിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് തന്നെ കാലാവധി തീരുന്നതിന് മുമ്പ് മരിക്കുകയും കൂടെ ചെയ്തു. അപ്പോൾ അതൊരു പെട്ടെന്ന് കാർത്തികേയൻ സാറിൻ്റെ ഒരു അസ്തമയം കണ്ടപ്പോഴത്തേക്ക് നമുക്കൊക്കെ തോന്നി കാർത്തികേയൻ സാറ് ഇങ്ങനെയൊന്നും തീരേണ്ട ഒരാളല്ലായിരുന്നു എന്നുള്ള കാര്യം. പിന്നെ അദ്ദേഹത്തിന് വൈദ്യുതി മന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് കുറച്ച് ദുഷ്പേരും കൂടെ ഇതിനകത്തൂടെ ഉണ്ടായി കിട്ടി. നമ്മുടെ പിണറായിയുടെ ലാവ്ലിൻ കേസിൽ ഒരു ദുഷ്പേരും കൂടെ അദ്ദേഹത്തിനും കൂടെ ഉണ്ടായി. അതൊരു നിമിത്തമായിരിക്കാം. എന്തായാലും പുള്ളിക്കാരൻ അവിടെ നിന്ന് കാലാവധി തികയാതെ പുള്ളിക്കാരൻ അവസാനിപ്പിക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് കഴിഞ്ഞിട്ടിപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇടയ്ക്ക് ഒരു ചോദ്യം, നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവന്റെ കാര്യത്തിലും ഇതൊക്കെ പറഞ്ഞു തരുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. കാര്യം ഇത് അനലൈസ് ചെയ്യുമ്പോഴത്തേക്ക് കാർത്തികേയന്റെ കാര്യം പറഞ്ഞല്ലോ. അതെ, കാർത്തികേയൻ അല്ലാതെ മറ്റ് ദേവസ്വം മന്ത്രിമാരുടെ കാര്യത്തിൽ എല്ലാവരുടെ കാര്യം ഇങ്ങനെയാണ്. അടുത്ത് പറഞ്ഞ KC വേണുഗോപാലാണ്. കാർത്തികേയന് ശേഷം KC വേണുഗോപാൽ ദേവസ്വത്തിന്റെ ചാർജ്. KC വേണുഗോപാലാണോ VS ശിവകുമാറാണോ? ഇല്ല, KC വേണുഗോപാലാണ്. KC വേണുഗോപാലിന്റെ ചരിത്രം എന്താണെന്ന് അറിയാമല്ലോ. അതിനുശേഷം ഏകദേശം പുള്ളിക്കാരൻ ഒരു നിരപ്പായി. കേന്ദ്രത്തിലൊക്കെ മന്ത്രിയൊക്കെ ആയെങ്കിലും ഇപ്പോഴും രാഹുൽ ഗാന്ധിയുടെ സൂട്ട് കേസൊക്കെ പിടിച്ചിട്ട് നടക്കുകയാണ്. ഭാവി പ്രധാനമന്ത്രിയുടെ അസിസ്റ്റന്റ് മന്ത്രിയായിട്ട് പുള്ളിക്കാരൻ ഇനിയും ഒരുപാട് കാലം തുടരുമെന്നാണ് നമ്മുടെ കണക്കുകൾ കാണിക്കുന്നത്. കാര്യം ഇന്ത്യയിൽ ഭരണത്തിലെ ഒരു അട്ടിമറിയിൽ കൂടി അല്ലാതെ ഇന്ത്യയിൽ അവർക്കൊരു കോൺഗ്രസിനൊരു ഭരണം ഈ അടുത്ത കാലത്തൊന്നും ജനാധിപത്യ മാർഗത്തിൽ കൂടെ വരാനുള്ള സാധ്യത വളരെ പാടാണ്. ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ കാര്യങ്ങൾ അത്രയും നമുക്കൊരു തീരുമാനമായ കാര്യങ്ങളാണ്. അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട്. കേരളത്തിൽ MP അല്ലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ്. എന്നാൽ കേരള രാഷ്ട്രീയത്തിന് അത്രയും സിഗ്നിഫിക്കൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. നമുക്കറിയത്തില്ല. അദ്ദേഹത്തിന് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അടുത്ത് നമ്മൾ കയറി പോകാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഇത് മുമ്പുള്ള മന്ത്രിമാർക്ക് ചരിത്രമുണ്ട്. നമ്മൾ ഒരുപാട് പുറകോട്ട് പോകണ്ട. ഈ ന്യൂ ജനറേഷനിലുള്ളവർക്ക് അവരെയൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളില്ല. അടുത്ത് നമ്മൾ വരുന്നത് കവിയും തത്വചിന്തകനും പണ്ഡിതനും സർവോപരി നായർ സമുദായാംഗമായ G. സുധാകരനാണ്. അപ്പോൾ അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിനോട് അടുത്തെത്തിയ ഒരാളാണ്. ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തെ പറ്റി മോശമായിട്ടൊന്നും പറയാനില്ല. അഴിമതിക്കാരനാണെന്ന് ഈ പൊതുമരാമത്ത് മന്ത്രിയായിട്ട് ആളെ അദ്ദേഹത്തെ അഴിമതി ആരോപണം ഉയർന്നിട്ടില്ല. അഴിമതി ആരോപണമില്ല. കുറച്ച് ഈ പറഞ്ഞാൽ കുറച്ച് അസാന്മാർഗമൊക്കെ കുറേ വരുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതാണ് ആൾക്കാർ. ഇതൊന്നും നമ്മൾ ആരും കാണുന്നില്ല. എന്തായാലും അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്ന സമയത്ത് ദേവസ്വമൊക്കെ ഭംഗിയായിട്ട് പോയി. ദേവസ്വത്തിൽ നിന്ന് 5 പൈസ എടുത്തിട്ടില്ല. പക്ഷേ നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നതിനപ്പുറം അടുത്ത മന്ത്രിസഭയിൽ ശൈലജ ടീച്ചർ കഴിഞ്ഞാൽ അടുത്ത സുധാകരൻ കാണുമെന്നായിരുന്നു രണ്ടാമത് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന രണ്ടാമത്തെ പേര് G. സുധാകരൻ്റെ പേരായിരുന്നു. എന്തോ ചില പ്രതിഭാ തർക്കങ്ങളൊക്കെ കാരണം പുള്ളിക്കാരൻ ഏകദേശം കർട്ടൻ്റെ പുറകോട്ട് മായുകയെന്ന് മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലും മധ്യ തിരുവിതാംകൂർ ഭാഗത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെടുന്തൂടെന്ന് പറയപ്പെടുന്ന നായർ സമുദായത്തിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു അംഗം എന്നുള്ള രീതിയിൽ ആൾക്കാർ കണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു G. സുധാകരൻ. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല.
പലരും പറഞ്ഞു ജി സുധാകരനോന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പാർട്ടിയിൽ പോലും അപ്രസക്തനായി ബ്രാഞ്ചിലേക്ക് ഒതുക്കപ്പെട്ട് ചരിത്രത്തിലേക്ക് മറഞ്ഞു എന്ന് പറയുന്നതാണ് ശരി. പുള്ളിക്കാരൻ വേറെ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ചേർന്ന് ഇനി മന്ത്രിയോ അങ്ങനെയൊക്കെ ആയി വരുന്നില്ലെങ്കിൽ ഇപ്പോൾ ഉള്ള സ്റ്റാറ്റസ് അനുസരിച്ചിട്ട് പുള്ളിക്കാരൻ്റെ പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഏതാണ്ട് നമുക്ക് അസ്തമിച്ചെന്ന് പറയാൻ പറ്റും. അത് കഴിഞ്ഞുള്ളത് നമ്മളെ കടന്നപ്പള്ളി രാമേന്ദ്രൻ കടന്നപ്പള്ളി സാറെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ ഇതിനൊക്കെ അദ്ദേഹം വളരെ കുറച്ച് നാളല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ഈ ലെവലിലൊക്കെ പോയിട്ട് ആദ്യം പിണറായിയുടെ ഒരു റബ്ബർ സ്റ്റാമ്പ് എന്നുള്ള രീതിക്ക് അദ്ദേഹത്തിന് ഇതുവരെ ഒന്നും സംഭവിച്ചില്ല. അദ്ദേഹം അടുത്ത മന്ത്രിസഭയിൽ വീണ്ടും പകുതിയിൽ വന്നിട്ട് വീണ്ടും ജയിച്ചു. അദ്ദേഹം വീണ്ടും ജയിച്ചതും തിരിച്ചു വന്നതും തന്നെ വലിയൊരു ദൈവ കടാക്ഷമായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. പിന്നെ അടുത്ത് നമുക്ക് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീ VS ശിവകുമാറാണ്. കരുണാകരൻ്റെ മാനസപുത്രനും തിരുവനന്തപുരത്തിൻ്റെ എം പിയും യുവ കോമള നേതാവും ഒക്കെ ആയിരുന്നു. അദ്ദേഹം ദേവസ്വം നല്ല രീതിയിൽ ഭരിച്ചു, കൂടെ ആരോഗ്യം ഭരിച്ചു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നന്നായി എന്ന് പറയുന്നതല്ലാതെ, പക്ഷെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ പുള്ളിക്കാരന് ശനിദശയും കുടിക്കാനുണ്ടായി. ദേവസ്വം വിട്ടതിന് ശേഷം പുള്ളിക്കാരൻ ജയിക്കാൻ തന്നെ BJPക്ക് ഇദ്ദേഹത്തെ ജയിപ്പിക്കാൻ BJPക്ക് ശ്രീശാന്ത് എന്നുള്ള ഒരാളെ കൊച്ചി ഷീവയെന്ന് കൊണ്ടുവന്ന് തിരുവനന്തപുരത്ത് മത്സരിപ്പിക്കേണ്ടി വന്നു. അതുകൊണ്ട് മാത്രമാണ് അത്തവണ ആ വർഷം VS ശിവകുമാർ ജയിച്ച് കയറി MLA ആയത്. MLA ആയപ്പോഴും അതിൻ്റെ പുറകെ വിജിലൻസ് കേസ് ഏകദേശം പകുതി ആയപ്പോഴത്തേക്ക് ഇപ്പോൾ EDയുടെ കേസ്, അങ്ങനെ പുള്ളിക്കാരൻ അതിൻ്റെ ഇനി അത് അടുത്ത് എന്തായി തീരുമെന്ന് എനിക്കറിയത്തില്ല. അടുത്ത് വരുന്ന ഈ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം BJPയിലോട്ട് പോകും. ഈ ലോക്സഭാ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് ലോക്സഭയിൽ BJPയിലോട്ട് പോകുമെന്നും കൊല്ലത്ത് മത്സരിക്കുമെന്നും ഒക്കെ കേട്ടു. പക്ഷെ അപ്പോഴും പിണറായി പേടിപ്പിച്ചാണ്. എങ്ങനെയൊന്നും പോകില്ലെന്നും പറഞ്ഞുകൊണ്ട് പിണറായി ഒന്ന് പിടിച്ചാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു, പക്ഷേ കൊല്ലത്ത് പേര് മാറി. അപ്പോൾ അദ്ദേഹം ഇനി അടുത്ത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം നമുക്കറിയത്തില്ല. എങ്ങോട്ടെങ്കിലും പോയാൽ ഇതുവരെയുള്ള കണക്കനുസരിച്ചിട്ട് പുള്ളിക്കാരന് വലിയ രക്ഷയൊന്നുമില്ല. അത് കഴിഞ്ഞു വന്ന് നമ്മളെ കടകംപള്ളി സുരേന്ദ്രനാണ്. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത് ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള റോള് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹം സ്വപ്നയുടെ സാരിയിലൊക്കെ തൂങ്ങിയിട്ട് എങ്ങനെയൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ. അതിനൊന്നും പറയാതിരിക്കുന്നതാണ്. ഒരുപാട് വലിയ ചർച്ചകളൊക്കെ നടന്ന് വലിയ ഒരു കോൺട്രവേഴ്സിയിലോട്ടൊക്കെ പോയ ഒരു അവതാരമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ജി സുധാകരനെ പോലെ തന്നെ അഥവാ പിണറായി രാജിവെക്കുകയാണെങ്കിൽ അടുത്ത് മുഖ്യമന്ത്രിയായിട്ട് കുപ്പായൊക്കെ തച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ഒരാളാണ് ശ്രീ സഖാവ് K രാധാകൃഷ്ണൻ. അദ്ദേഹം സുധാകരനെ പോലെ തന്നെയാണ്. തീരെ അഴിമതിയില്ല. ആൾക്കാരെ കാണിക്കാനാണെങ്കിൽ ഒരു ഓല കെട്ടിയ വീട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. അമ്മ തൊഴിലുറപ്പ് പോകുന്നു, മരിച്ചുപോയി എന്നൊക്കെ പറയുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ചു ഇദ്ദേഹത്തിന് എന്തായാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാര്യം ഒന്ന് SC വിഭാഗത്തിൽ നിന്നുള്ളൊരു മന്ത്രിയാണ്, രണ്ട് പിണറായി ആയിട്ട് ക്ലാഷ് ഇല്ല. പിന്നെ അദ്ദേഹം വിശ്വാസിയൊന്നുമല്ല. അവിശ്വാസി അല്ലെങ്കിൽ പോലും സത്യസന്ധനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ MP ആയിട്ട്, അതായത് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ട്, ഒരു തരി കനൽ കാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് നിർത്തി മത്സരിപ്പിച്ചിട്ട് രാജിവെപ്പിച്ച് ലോക്സഭയിലോട്ട് അയക്കേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു ചരിത്രത്തോടെ ഇനി എന്തായാലും ഒരു 5 വർഷത്തേക്ക് പുള്ളിക്കാരന് കേരള രാഷ്ട്രീയത്തിലോട്ട് തിരിച്ചു വരാറുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. പിന്നെ ഇനിയിപ്പം പറഞ്ഞു വരാൻ പറ്റുന്ന ഇത്രയും കഴിയുമ്പോഴത്തേക്കാണ് വാസവൻ വരുന്നത്. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ വാസവന്റെ കാര്യത്തിലാവുന്ന എനിക്കറിയില്ല. പിന്നെ ഈ മന്ത്രിസഭയിലെ ഏറ്റവും ശക്തനായ മന്ത്രിയാണ്. അഹമ്മദ് ദേവർകോവിൽ പോയപ്പോഴത്തേക്ക് ആ ഷിപ്പിംഗ് വകുപ്പും കൂടെ അദ്ദേഹത്തിന്, ദേവസ്വവും ഷിപ്പിങ്ങും പിന്നെ സഹകരണവും, ഇത്രയും വകുപ്പുകൾ, പിന്നെ കോട്ടയം ജില്ലയുടെ ചാർജ്, ഇത്രയൊക്കെ ഉള്ള ഒരു പ്രഗത്ഭനായ ഒരു നേതാവാണ് ശ്രീ വാസവൻ. പിണറായിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. SNDPക്ക് NSSനും ഒക്കെ വളരെ സ്വീകാര്യനായ ഒരാളാണ്. അദ്ദേഹത്തിന് എന്തായാലും ഈ CPMന്റെ ആ ഒരു നിലപാടനുസരിച്ചിട്ട് അടുത്തവണ സീറ്റ് കൊടുത്ത് ജയിച്ചു കഴിഞ്ഞാൽ മന്ത്രിയാക്കില്ല എന്നാണ് ഒരു ഉറപ്പുള്ളത്. മന്ത്രിയാക്കിയാൽ തന്നെ പിണറായിയുടെ മാനസപുത്രൻ എന്നുള്ള രീതിയിൽ നമുക്ക് മന്ത്രിയാക്കിയാൽ തന്നെ ജയിക്കുമോ, ജയിച്ചാൽ മന്ത്രിയാവുമോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതുവരെയുള്ള ദേവസ്വം മന്ത്രിമാരുടെ ചരിത്രം വെച്ച് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് കലാശക്കൂട്ടിനുള്ള സമയമായി എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇത് കേട്ടിട്ടെങ്കിലും ഇനി ആർക്കെങ്കിലും ദേവസ്വം ബോർഡ്, കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്താണ് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള ഏറ്റവും വലിയ വിപ്ലവങ്ങൾ നടക്കുന്നത്. 13-ാം നമ്പർ കാറും
മൻമോഹൻ ബംഗ്ലാവ് ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ ഐസക് സാറിനെ പറ്റിയിട്ട് പിന്നെ നമ്മൾ കേൾക്കുന്നത് സ്വപ്ന സുരേഷ് പറയുമ്പോഴാണ് നമ്മൾ കേൾക്കുന്നത്. പിന്നെ അതുപോലെ മസാല ബോണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ ചെന്ന് പറ്റിയിട്ടുണ്ട്. അദ്ദേഹമൊക്കെ ഒരു പൊളിറ്റിക്കൽ വനവാസത്തിലോട്ട് അവസാനം ഇനി ഏതാണ്ട് പ്രായം ഇത്രയൊക്കെ ആയില്ലേ, പതുക്കെ വാനപ്രസ്ഥത്തിലേക്ക് കടന്നോട്ടാണ് നമ്മൾ അദ്ദേഹം. അല്ല, ഞാൻ പറഞ്ഞത് അന്ധവിശ്വാസം എന്ന് പറയുമ്പോഴത്തേക്ക് ചിലതൊക്കെ ശരിയായിരിക്കാം, ചിലതൊക്കെ തെറ്റായിരിക്കാം. പക്ഷെ ഈ ഇതുവരെയുള്ള നമ്മുടെ അനുഭവം വെച്ച് നമ്മുടെ ചരിത്രം വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഈ കഴിഞ്ഞ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാറിന്റെ അവസ്ഥയും നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തെ പാർട്ടി മുമ്പ് നമ്മളെ MA ബേബിയുടെ കാര്യത്തിലും ഇത് കണ്ടതാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അന്ധവിശ്വാസത്തിനെതിരെ വലിയ നിലപാടൊക്കെ എടുത്ത ആളാണ്. പക്ഷെ അതോടുകൂടി 2011 ശേഷം പിന്നെ ബേബിക്ക് എന്ത് സംഭവിച്ചു? ഇപ്പോഴും ബേബിയുടെ ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരുപാട് മേളിലാണ്. പക്ഷേ AKG സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് പിണറായി വിജയനാണ്. അവിടെ വന്നൊരു കാഴ്ചക്കാരനായിട്ട് കയ്യും കെട്ടി നിൽക്കേണ്ട ഗതികേട് പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് വന്നു എന്നുള്ളതും കൂടി നമ്മൾ ചേർത്ത് വായിക്കണം. ഈശ്വര വിശ്വാസമുള്ളവർ വിശ്വസിച്ചോട്ടെ, വിശ്വാസം ഇല്ലാത്തവർ. എന്നാൽ ഈ ദേവസ്വം വകുപ്പ് അതൊരു ഇനി അടുത്ത സർക്കാർ വരുമ്പോഴത്തേക്ക് എടുക്കുന്ന ആള് വളരെ ആലോചിച്ചിട്ട് കൂടി എടുക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.